കാട്ടാന ഭീതിയിൽ 21 വർഷമായി ഉറങ്ങിയിട്ടെന്ന ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ കോട്ടപ്പാറ സ്വദേശി വാസു തന്റെ വീടിന് ചുറ്റും കാട്ടാന ഭീതി പരത്തുകയാണെന്നും ആനകളെ വനത്തിലേക്ക് തുരത്തിയില്ലെങ്കിൽ കാടിന് തീയിടേണ്ട അവസ്ഥയാണെന്നും വാസു പ്രതിഷേധം അറിയിച്ചു. 21 വർഷക്കാലമായി നമ്മൾ ഒരു ദിവസമായിട്ട് ഉറങ്ങിയിട്ട് 21 വർഷമായി ഉറങ്ങിയിട്ട് ഈ 21 വർഷത്തിന് ആപ്പോൾ ഒരു മാസം ഉണ്ടാവും 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഉറങ്ങി ഒരു ദിവസം ഉറങ്ങാൻ പറ്റില്ല. മിറ്റത്ത് നമ്മുടെ ബൗണ്ടറി ഫോറസ്റ്റ് ബൗണ്ടറി ചേർത്താണ് വീട്. ഒരു 5 മീറ്റർ ഇടയിട്ടാണ് വീട് ഫോറസ്റ്റായിട്ട്. ഫോറസ്റ്റുകാർ വരും, വന്നിട്ട് അവിടെ വന്ന് വിളിച്ചാൽ വന്നിട്ട് ആനെ പൊട്ടിച്ച് വീണ്ടും മീറ്റ് പറമ്പിലേക്ക് തന്നെ കയറ്റും. അവർ റോഡിൽ കൂടെ താഴെ തിരിച്ചു വിടും. ആന കാട്ടിലേക്ക് കയറ്റില്ല. കാട്ടിൽ കയറാതിരിക്കാൻ വേണ്ടി അവർ റോഡിൽ കൂടെ വന്ന് വണ്ടിയെടുത്ത് അതിൽ നടക്കും. എന്നാൽ അല്ലെങ്കിൽ വേഗം പടക്കം പിടിച്ചിട്ട് ആന താഴോട്ട് പോകില്ല, കാട്ടിൽ കയറില്ല. കയറാതിരിക്കാൻ മേലോട്ട് കയറ്റും. അങ്ങനെയാണ് ഇന്നത് വരെയുള്ള അനുഭവം. എങ്ങനെയാണ് നമ്മളൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകുക? നമ്മൾ അത്ര അടുത്ത് ഫോറസ്റ്റിൻ്റെ അടുത്തൊരു താമസിക്കുന്നു, ഒന്ന് ഒറ്റപ്പെട്ടൊരു വീട്. അതുകൊണ്ട് ആന സ്ഥിരം അവിടെ തമ്പടിക്കും. ആന ഇതിൽ വന്നാലും നമ്മുടെ പരിസരത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വന്നു കയറി പോകുന്നു, കാട്ടിലേക്ക് പോകുന്നു. അതിന് കാട്ടിനും കയറി വന്നു തിരിച്ച് മേലോട്ട് കയറി പോകുന്നു നമ്മുടെ പരിസരത്ത് കൂടെ. അത് നമ്മളിങ്ങനെ ഈ മുമ്പോട്ട് പോകുന്നു. ഇന്ന് ആനയെ വായിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് വായിക്കാനാ? ഇന്ന് ഈ സമയത്ത് വായിച്ചില്ല ആന. ഇപ്പോൾ വായിച്ച ആന പോകുമോ? ഇവിടുന്ന് ആനയെ വായിച്ചാൽ ഇവിടെ പഴുത്തിക്കൊണ്ട് ആനയെ നിർത്തും. എന്നിട്ട് അവർ പറഞ്ഞ് ആന മടുത്തു, ഞങ്ങൾക്ക് മടുത്തു, എന്നെ നാളെ പായിക്കാം. ആന തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ ഞാൻ പായിക്കും. 2 ദിവസം കഴിയുമ്പോൾ അവർ മടുത്തു, ആനയും മടുത്തു. ആന മാത്രമേ അവർക്ക് സംരക്ഷണം, മനുഷ്യൻ ഒരു സംരക്ഷണമില്ല. മനുഷ്യൻ ചത്താലും വേണ്ടില്ല, ചത്തില്ലും വേണ്ട, നമുക്കറിയണ്ട. ആനയ്ക്ക് ഒരു പരിക്കും പറ്റാൻ പാടില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഇവിടെ അനുഭവിക്കുന്നത്. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യാന്നുള്ള കണക്ക് അത് നടത്തിക്കൂല. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ കോട്ടപ്പാറയിലെ വാസു പറയുകയാണ്, 21 വർഷത്തിനിടയിൽ 2-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങാൻ കഴിഞ്ഞത്. കാട്ടാനയുടെ കൊലവിളി ശബ്ദം കേട്ടുകൊണ്ടാണ് ഉണരുന്നതും ഉറങ്ങാൻ കിടക്കുന്നതും. കുടുംബത്തോടൊപ്പം ഉറങ്ങാൻ കിടക്കുമ്പോൾ ആനയുടെ ചിഹ്നം വിളി കേട്ടുകൊണ്ട് ഭയന്ന് ഉറക്കം നഷ്ടപ്പെടുകയാണ് ഇവിടെ. ആദിവാസി പുനരധിവാസ മേഖലയിലെ മിക്കവാറും എല്ലാ സ്ഥലത്തെയും അനുഭവങ്ങളാണ് വാസു നമ്മോട് വിവരിച്ചത്. ആറളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.